2021 ബോർഡർ ഗവാസ്കർ ട്രോഫി. അന്ന് ശിഖർ ധവാന് പകരമായി ഇന്ത്യക്ക് ഒരു ഓപ്പണിംഗ് ബാറ്ററെ വേണമായിരുന്നു. പൃഥ്വി ഷായെ പരീക്ഷിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യൻ ടീമിൽ ഒരു യുവതാരത്തിന് അരങ്ങേറ്റത്തിനുള്ള വഴിയൊരുങ്ങി. 6 ഇന്നിംഗ്സിൽ നിന്ന് 259 റൺസുമായി ആ 21-കാരൻ പരമ്പരയിലെ നിർണായക സാന്നിധ്യമായി. സീരീസിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടിയ 4ാമത്തെ താരം. ശുഭ്മൻ ഗില്ലിന്റെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള രംഗപ്രവേശം പ്രഖ്യാപിക്കപ്പെട്ടു. ഗില്ലിന്റെ ബാറ്റിംഗ് മികവ് അക്കാലത്ത് ഇന്ത്യൻ ടീമിന് വലിയ ആശ്വാസമായിരുന്നു. ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോൾ അയാളുടെ കൈകളിൽ ഭദ്രമെന്ന് വിലയിരുത്തപ്പെട്ടു. പിന്നീട് ഏകദിന ക്രിക്കറ്റിലും ഗിൽ ഓപ്പണറുടെ റോളിലേക്കെത്തി. 23 വയസ്സും 132 ദിവസവും പ്രായമുള്ളപ്പോൾ ഏകദിനത്തിൽ അയാൾ ഇരട്ട സെഞ്ചുറി കുറിച്ചു. ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ അയാൾ ഒരു നെടും തൂണായി പടർന്നു പന്തലിക്കുകയായിരുന്നു. ഇന്ന് ഗില്ലിന്റെ ക്രിക്കറ്റ് കരിയർ 5 വർഷം പിന്നിടുന്നു. ഏകദിന ക്രിക്കറ്റിൽ മികവ് തുടരുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്നിലെ പ്രതിഭയോട് പൂർണ്ണനീതി പുലർത്താൻ അയാൾക്കിപ്പോൾ കഴിയുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 5 ഇന്നിംഗ്സിൽ നിന്നായി ഗില്ലിന് നേടാനായത് 93 റൺസ് മാത്രമാണ്. തൊട്ടു മുമ്പ് ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലൻഡിനെതിരെയും ഗിൽ പരാജയമായിരുന്നു. 4 ഇന്നിംഗ്സുകളിൽ നിന്നായി നേടിയത് വെറും 144 റൺസ്. എടുത്തു പറയാനുള്ളത് ഒരു ഇന്നിംഗ്സിൽ നേടിയ 90 റൺസിന്റെ നേട്ടം മാത്രം. ഇതോടെ ഫ്ലാറ്റ് ട്രാക്കുകളിലല്ലാതെ ഗില്ലിന് തിളങ്ങാനാകില്ലെന്ന വിമർശനവും ഉയർന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കും ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫിക്കുമിടയിൽ IPLന്റെ 2.5 മാസത്തിന്റെ ദൂരമാണ് ഉണ്ടായിരുന്നത്. ഇക്കാലയളവിൽ ശുഭ്മൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനായി. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവിചന്ദ്രൻ അശ്വിനുമെല്ലാം കളമൊഴിഞ്ഞു. ജോലിഭാരം കുറയ്ക്കാൻ ഇംഗ്ലണ്ടിൽ 3 ടെസ്റ്റുകളിൽ മാത്രമാണ് ജസ്പ്രീത് ബുംറ കളിക്കാനെത്തുക. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം തോളിലേറ്റാൻ താനില്ലെന്നാണ് KL രാഹുലിന്റെ നിലപാട്. ഇതോടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ നായകനായുള്ള അന്വേഷണം ശുഭ്മൻ ഗില്ലിലേക്ക് എത്തിച്ചേർന്നു. പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ വലിയൊരു ഭാരമാണ് ഗില്ലിന്റെ ചുമലിലുള്ളത്. കോഹ്ലിയുടെ പോരാട്ടവീര്യവും രോഹിത് ശർമ്മയുടെ ഗെയിം പ്ലാനുമെല്ലാം ഇന്ത്യൻ ടീമിൽ നിലനിർത്തേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ദ കമൻസ്മെന്റ് ഓഫ് ന്യൂ എറ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. ശുഭ്മൻ ഗിൽ will lead the next generation in the English baseball trials. Get ready, Team India. Compete for the history.